മക്കളെ, 6ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഓഫ് മെനി ഹ്യൂസ് എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന പോമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പോമിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മുഴുവൻ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാരെ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇമാജിൻ a world is just one color. Quite boring, isn't it? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഈ ലോകത്തിലെ എല്ലാതും ഒരേ ഒരു കളർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ? ഭയങ്കര ബോറായിരിക്കും അല്ലേ? വെറൈറ്റീസ് ഒന്നുമില്ല അല്ലേ? കളർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ തോന്നുമോ? ഇല്ല. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും ഒരു സെയിം കളർ ആണെങ്കിൽ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ലക്കിലി അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. അപ്പോൾ ഭാഗ്യവശാൽ എന്താണ്, നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സും കൾച്ചേഴ്സും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും കൾച്ചറൊക്കെ ആയിട്ട് എന്താണ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഒരുപാട് കൾച്ചർ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട്. ഒരാളെ പോലെയാണോ? അല്ല, എല്ലാത്തിലും ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. അപ്പോൾ വെറൈറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ സോങ് ഒന്ന് വായിച്ചു നോക്കാം. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്താണ്? ഭൂമിയിലെ കളേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സാറാ ബേർട്ട്ലിയാണിത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റാൻസയായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്? നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭൂമിയിലെ കളേഴ്സ് വെച്ചുകൊണ്ടാണ് അല്ലേ? ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. എല്ലാ കളറും ഡിഫറെൻ്റ് ആണ്. ഒരു കളറും ഒരു കളറിൻ്റെ പോലെ അല്ല, എല്ലാവരും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഈച്ച് കളർ ഈസ് ട്രൂ. മാത്രമല്ല എല്ലാ കളറും ട്രൂ ആണ്, സത്യമായിട്ടുള്ളതുമാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂമിയിലെ കളേഴ്സ് വെച്ചുകൊണ്ടാണ്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നമ്മൾ ഒരാളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോഡ്, അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കളേഴ്സ് എന്ന് പറയുന്നത് ഐ ലവ്, എനിക്ക് ഇഷ്ടമുള്ളതാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എന്താണ്? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ടോപ്പേഴ്സ്, ഐ ക്യാൻ സീ സ്കൈ. ഇവിടെ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കല്ലാണ്, തിളക്കമുള്ള ഒരു കല്ലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തിളക്കം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഐ ക്യാൻ സീ സ്കൈ. അതുപോലെ സ്കൈ ഏത് കളറാണ്? ബ്ലൂ ആണല്ലേ? അപ്പോൾ ചില ആളുകളുടെ കണ്ണ് നമുക്ക് കാണാം പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയും, ഒരു തിളക്കമുള്ള കണ്ണായിരിക്കും അല്ലേ? അതാണ് അവിടെ ടോപ്പേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലത് ഒരു നീല കളർ ഉണ്ടായിരിക്കും, അപ്പോൾ അതാണ് അവിടെ സ്കൈയുടെ കളർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ. മാത്രമല്ല ചിലത് എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും, പച്ച നിറത്തിലായിരിക്കും. ചിലത് ഈ കടലിങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്രേ കളർ ഉണ്ട്, ആ ഒരു കളറും ഉണ്ടായിരിക്കും. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. രാവിലെ നമ്മൾ ഈ റിവറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഡാസ്ലിംഗ് ബ്രൗൺ കളറായിരിക്കും. ഈ ചെളിയൊക്കെ കുത്തി ഒഴുകി വരുമ്പോൾ ഉള്ള ഒരു ബ്രൗൺ കളർ, ഒരു തിളക്കമുള്ള. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിന്നുന്ന എന്നാണ്. അപ്പോൾ മിന്നുന്ന ആ ഒരു ബ്രൗൺ റിവറിൻ്റെ കളറും ചില കണ്ണുകൾ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിലത് എന്താണ്? ഡോപ്പസ് പോലെയുള്ള പൂച്ചക്കണ്ണൊക്കെ പോലെയുള്ള ആ ഒരു രീതിയിലായിരിക്കും. ചിലത് നീല നിറമായിരിക്കും, ചിലത് പച്ചയായിരിക്കും, ചിലത് ഗ്രേ ആയിരിക്കും, ചിലത് ഡാസ്ലിംഗ് ബ്രൗണും ആയിരിക്കും. ദെൻ വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ചെസ്നട്ട് എന്ന് പറയുന്ന ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നെട്ടാണ്. അപ്പോൾ അതിൻ്റെ നിറമായിരിക്കും. ഐ ക്യാൻ സീ കോൺ. ചിലത് എന്തായിരിക്കും? കോൺ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിൽ ആയിരിക്കും, അഥവാ കുറച്ച് വെളുപ്പം ഒക്കെയുള്ള കളർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ദ ഡാബ്ലഡ് ബ്രൗൺ ഫൗൾ. മറ്റതെന്താണ്? ചിലത് വീറ്റിൻ്റെ കളറുള്ളതും ഉണ്ടായിരിക്കും. വീറ്റും ഒരു മഞ്ഞ പോലെ ഒരു ഓറഞ്ച് പോലത്തെ കളറാണ്, അപ്പോൾ ആ നിറത്തിലും ഉണ്ടായിരിക്കും. എൻ്റെ ഡാബ്ലഡ് ബ്രൗൺ ഫൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻകുട്ടികളെ പറയുന്നതാണ്. അപ്പോൾ ആ മാൻകുട്ടികളുടെ ഡാബ്ലഡ് എന്ന് പറഞ്ഞാൽ പുള്ളികൾ, അപ്പോൾ ആ ഒരു പുള്ളികളുള്ള നിറത്തിലും ഉണ്ടായിരിക്കും. മാൻപുള്ളിയുടെ നിറത്തിലും ചില ആളുകളുടെ കൈയൊക്കെ ഉണ്ടാ ഈ ചെറിയ കുത്തും പുള്ളിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ആ രീതിയിലും ഉണ്ട്. ദെൻ ആൻഡ് ദ സൺ കിസ്ഡ് ദ ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. മാത്രമല്ല ഈ ബ്ലാക്ക് ട്രീസിനെയൊക്കെ രാവിലെ സണ്ണിങ്ങനെ എന്താ പറയുക ഉമ്മ വെക്കുമ്പോൾ ആ ഒരു രാവിലത്തെ ആ ഒരു ഇത് വരുമ്പോൾ ലൈറ്റിങ് വരുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ലേ, ആ ഒരു തിളക്കത്തിലുള്ളതും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അഥവാ ആളുകളുടെ സ്കിന്നായിക്കോട്ടെ ഒരുപാട് വെറൈറ്റീസ് ആണെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ, ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ ഭൂമിയിലെ കളേഴ്സ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൾ, നമ്മളെ വഴുതനങ്ങയുടെ പർപ്പിൾ നിറം പറയാൻ വേണ്ടി പറ്റും. ദ ഓറഞ്ച് ഓഫ് പീച്ച്, എന്താണ് പീച്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, അതിൻ്റെ ഓറഞ്ച് നിറം. അതുപോലെ ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ചിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ബ്ലാക്കിലും ഗ്രീനിനും ഒക്കെയുള്ള ഒരുപാട് കല്ലുകളൊക്കെ നമുക്ക് കടലിൻ്റെ അവിടെയൊക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു നിറവും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടൻ ഇൻ ദ മോർണിംഗ് രാവിലെ ഈ സണ്ണ് മൗണ്ടനിലൊക്കെ വന്ന് വീഴുമ്പോൾ ഉള്ള ഒരു നിറമുണ്ട്, ആ നിറവും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ നമ്മളുടെ അടുത്ത് ഭൂമിയുടെ നിറം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ആളുകളുടെ കണ്ണുകൾ നോക്കുകയാണെങ്കിലും അതിലും എന്തുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്കിന്ന് നോക്കുകയാണെങ്കിലും അതിലും എന്തുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താണ്, എല്ലാം ഒരുപോലെയല്ല, എല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ളതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോം. ഇനി ഇത് എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു സാരാ പേർട്ട്ലി ആണ്. ഈസ് എൻ അമേരിക്കൻ റൈറ്റർ. ആരാണ്? ഒരു അമേരിക്കൻ റൈറ്റർ ആണ്, അതുപോലെ മ്യൂസീഷ്യനാണ്, ടീച്ചറാണ്. ഷീ ഈസ് ഫേമസ് ഇൻ ലിറ്റററി സർക്കിൾസ് ഫോർ ദ അവാർഡ് വിന്നിംഗ് നോവൽ ആൻഡ് ഔട്ട്ബ്രേക്ക് ഓഫ് പീസ്. എന്താണ് ഇത്? അവരുടെ ഒരു അവാർഡ് വിന്നിംഗ് നോവലാണ് ഈ ആൻഡ് ഔട്ട്ബ്രേക്ക് ഓഫ് പീസ് എന്ന് പറയുന്നത്. ആസ് എ മ്യൂസീഷ്യൻ, അവരൊരു മ്യൂസീഷ്യൻ എന്ന നിലക്ക് പേർട്ടിൽ ഈസ് നോൺ ഫോർ ഹെർ ഫോക്ക് മ്യൂസിക്കിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണ്. വിത്ത് സോങ്സ് അബൌട്ട് ഫെയർനെസ്, കൈൻഡ്നെസ് ആൻഡ് കെയറിങ് ഫോർ ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ കെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, കൈൻഡ്നെസ്, ഫെയർനെസ്, ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരുപാട് ഫോക്ക് സോങ്സും ഇവർ മ്യൂസീഷ്യൻ എന്ന രീതിയിൽ ഇവരെ അറിയപ്പെടാനുള്ള കാരണങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മ്യൂസിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? ഏതൊക്കെ കളർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, യുണീക്ക് ആൻഡ് മീനിങ്ഫുൾ. അപ്പോൾ എന്താണ് ഇവിടെ എർത്തിൻ്റെ കളർ എന്ന് പറയുന്ന ഓരോന്നും ഓരോ കളേഴ്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എർത്തിൻ്റെ കളർ, ഈച്ച് കളർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണ്? യുണീക്കാണ്, മീനിങ്ഫുൾ ആണ്, അർത്ഥവത്തായിട്ടുള്ളതും ഒരു യുണീക്നെസ്സും ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് can be speakers see in the eyes of their friends? ഇവിടെ ഈ ഒരു പോം പറയുന്ന ആള് പറയുന്നത് ഏതൊക്കെ കളറാണ് ഫ്രണ്ട്സിന്റെ കണ്ണുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നത് എന്നാണ്. The speaker sees topaz sky blue and sea green and sea grey and the dazzling brown of a river in their ഫ്രണ്ട്സ് ഐസ്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ടോപ്പസ് കളർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്കൈ ബ്ലൂ, അതുപോലെ സീ ഗ്രീന്, സീ ഗ്രേ, അതുപോലെ ഡാസ്ലിംഗ് ബ്രൗണ്, റിവറിലുള്ള ഡാസ്ലിംഗ് ബ്രൗണ്, ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിൽ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ സോങ്? ഈ സോങ്ങിൽ എന്ത് നാച്ചുറൽ തിങ്സ് ആണ് സ്പീക്കർ മെൻഷൻ ചെയ്യുന്നത്? ദ സ്പീക്കർ മെൻഷൻസ് the sea, river, mountains, stones on the beach, eggplant, peach, corn, wheat on a dabbled brown found. എന്തിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സീനെ കുറിച്ച് പറയുന്നുണ്ട്, റിവർ, മൗണ്ടെയിൻ, സ്റ്റോൺസ്, ബീച്ചിലുണ്ടാകുന്ന സ്റ്റോൺസ്, എഗ് പ്ലാന്റ്, ബീച്ച്, കോണ്, അതുപോലെ തന്നെ വീറ്റ്, ഡാബ്ലഡ് ബ്രൗൺ ഫൗൺ, ഇതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ? ഈ നേച്ചറും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് എന്ത് മെസ്സേജാണ് ഇതിലൂടെ സ്പീക്കർ കൺവേ ചെയ്യുന്നത്? ദ സ്പീക്കർ കൺവേസ് ദാറ്റ് ഹ്യൂമൻസ് ആർ ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ, റിഫ്ലക്റ്റിംഗ് ഇറ്റ്സ് ഡൈവേഴ്സ് കളേഴ്സ് ആൻഡ് ബ്യൂട്ടി വിത്തിൻ ദംസെൽവ്സ്. അപ്പോൾ എന്താ പറയുന്നത്? സ്പീക്കർ പറയുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഡൈവേഴ്സ് കളേഴ്സാണ് ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ് മനുഷ്യനിലുള്ള ആ ഒരു ബ്യൂട്ടിയും കളറും ഒക്കെ ഉള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ഈ ബീച്ചിൽ എന്ത് കളേഴ്സൊക്കെയാണ് സ്പീക്കർ കാണുന്നത്? ദ സ്പീക്കർ സീസ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ഓൺ ദ ബീച്ച്. അപ്പോൾ എന്താണ്? ഗ്രീനും ബ്ലാക്ക് കളറുള്ള സ്റ്റോൺസിനെയൊക്കെയാണ് അവിടെ കാണുന്നത് അല്ലേ. The sixth question,
വാട്ട് തിങ്സ് ഡിസ്ക്രൈബ് ഇൻ ദ സോങ് അട്രാക്ട് യു ദ മോസ്റ്റ് വൈ? നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള ലൈൻ ഏതാണ്, എന്തുകൊണ്ട്? ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കളർ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് നിങ്ങൾ അവിടെ പിക്ക് ചെയ്യേണ്ടത്. ദ ലൈൻ ഈസ് ക്വൈറ്റ്ലി പവർഫുൾ. ഇത് ശരിക്കും എന്താണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഇറ്റ് എംബ്രൈസസ് ഫ്രണ്ട്ഷിപ്പ്, ഡിഫറൻസ് ഇൻ ബിലോങ്ങിങ്, ഓൾ റാപ്ഡ് ഇൻ എ ജെൻറ്റിൽ സെൻറ്റൻസ്. ഒരു ജെൻറ്റിൽ സെൻറ്റൻസിലൂടെ എന്താണ് ഒരുപാട് ഡിഫറൻസും ഫ്രണ്ട്ഷിപ്പും ഒക്കെ എംബ്രേസ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഒരു ലൈനിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലെ 6 ചോദ്യങ്ങളും അതിലെ ഉത്തരവും. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ദ കളേഴ്സ് മെൻഷൻ ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഇതിലെ എർത്തിലെ കളേഴ്സിനെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു ചെസ്നട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതുപോലെ ടോപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കൈ അഥവാ ബ്ലൂവിലെ ആ ഒരു ബ്ലൂ ആണ് അവിടെ സ്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രൗൺ റിവറിനെ പറഞ്ഞിട്ടുണ്ട്, ഫൗണ് ലൈറ്റ് ബ്രൗൺ ആണത്, പേർപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഗ് പ്ലാന്റിനെയാണ്, ഓറഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ പീച്ചിനെയാണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നേച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ദാറ്റ് ഇൻസ്പയർസ് അസ്. എന്താണ്, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നേച്ചറിലുള്ളത്. ഈച്ച് ഷെയ്ഡ് റിഫ്ലെക്ട്സ് ദ വേൾഡ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള വേൾഡിനെയാണ് ഓരോന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദർ ആർ സം കളേഴ്സ് ദാറ്റ് ഗോ വിത്ത് ഫ്രൂട്ട്സ്. എന്താണ്, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സുമായിട്ട് ഇത്തരത്തിലുള്ള കളേഴ്സിനെ നമുക്ക് നോക്കാം. ആഡ് എ ഫ്യൂ മോർ, കുറച്ചും കൂടെ എഴുതാനാണ് പറയുന്നത്. ആപ്പിൾ നമ്മൾ ആപ്പിൾ റെഡ് എന്ന് പറയും അല്ലേ. അതുപോലെ ബനാന എന്താണ്, യെല്ലോ ആണ്. ബനാന എന്തെന്ന് ഉദ്ദേശിച്ചാൽ നമുക്കറിയാം അത് യെല്ലോ കളറിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത്. അത് ഓറഞ്ചിനെ ഓറഞ്ച് തന്നെയാണ്. ബ്ലൂബെറി എന്ന് പറയുന്നത് ബ്ലൂ ആണ്. പ്ലം വയലറ്റ്, വാട്ടർ മെലൺ പിങ്ക്, ഇതൊക്കെ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഫ്രൂട്ട്സിനെ ഡിനോട്ട് ചെയ്യുന്ന കളേഴ്സാണ്. ഇനി നെക്സ്റ്റ് വൺ ഇതിലെ ബി ചോദ്യമാണ് നോക്കുന്നത്. സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. ചില കളേഴ്സ് നമുക്ക് നാച്ചുറൽ ഫിനോമിനയുമായിട്ട് കണക്ട് ചെയ്ത് വേണ്ടി പറയും. ഇപ്പോൾ റൈറ്റ് എ ഫ്യൂ മോർ, നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണതെന്നുള്ളത്. ഒന്ന് സ്കൈ ബ്ലൂ. ഇപ്പോൾ സ്കൈ എന്നവിടെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഏത് കളറാണ്, ബ്ലൂ ആണ് എന്നുള്ളത്. അതെന്താണ്, ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇനി സൺസെറ്റ് ഓറഞ്ച് അല്ല, സൺസെറ്റ് എന്ന് പറയുന്നത് ഏത് കളറിലാണ്, ഒരു ഓറഞ്ച് കളറിലാണ് ഉള്ളത്. റോസ് പിങ്ക്, ലാവ റെഡ്, എർത്ത് ബ്രൗൺ, മിഡ് നൈറ്റ് ബ്ലൂ, ഓഷ്യൻ ടീൽ, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇനി സി ചോദ്യം, എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്. ചിലത് ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഗിവ് മോർ എക്സാമ്പിൾസ്. ചോക്ലേറ്റ് ബ്രൗൺ, ടൊമാറ്റോ റെഡ്, ലെമൺ യെല്ലോ, ക്യാരറ്റ് ഓറഞ്ച്, ബട്ടർ യെല്ലോ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സാണ്. ഇനി മൂന്നാമത്തേത് നോക്കൂ. The green and the grey of the sea rolling by and the dazzling brown river in the morning. എന്താണ്, ഈ സീ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രേയും അതുപോലെ ഗ്രീനും മാത്രമല്ല ഈ ഒരു മോർണിംഗിൽ നമുക്ക് കാണുന്ന റിവറിൽ കാണുന്ന ആ ഒരു ഡാസ്ലിംഗ് മിന്നുന്ന അല്ലെങ്കിൽ തിളക്കമുള്ള ആ ഒരു ബ്രൗൺ നിറവും. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ള ലൈൻസ്. ഇനി ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് നാച്ചുറൽ ഫിനോമിന. ഇവിടെ നാച്ചുറൽ ഫിനോമിനയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ വേർഡ്സ് ആണ് അവിടെ പറയുന്നത്? ഒന്ന് ഗ്രീന്, മറ്റൊന്ന് ഗ്രേ, ഡാസ്ലിംഗ്, അതുപോലെ തന്നെ ബ്രൗൺ. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബി ചോദ്യം, ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അപ്പോൾ സോങ്ങിൽ നിന്നല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നാച്ചുറൽ ഫിനോമിനയോ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡാബ്ലഡ് ബ്രൗൺ ഫൗൺ എന്ന് പറയുന്നുണ്ട്, സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് എന്ന് പറയുന്നുണ്ട്, പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ഓറഞ്ച് ഓഫ് പീച്ച്, ലാക്ക് ഓഫ് ദ സ്റ്റോൺസ്. ഇതൊക്കെ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ്, ബ്ലാക്ക് ഓർ ഗ്രീൻ എന്ന് ഏത് കൊടുത്താലും കുഴപ്പമില്ല. അതൊക്കെയാണ് അവിടെ ഡിസ്ക്രൈബിങ് ചെയ്യുന്ന നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ചോദ്യം, റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് വേർഡ്സ് വെച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. എക്സാമ്പിൾ, ഐ വാസ് വാക്കിംഗ് ബൈ എ സൺ കിസ്ഡ് ബിൽഡിംഗ്. എന്താണ്, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ സൺ ഒരു ബിൽഡിങ്ങിനെ കിസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ദ ഗ്രീൻ ഓഫ് ദെയർ യൂണിഫോം വാസ് ഡാസ്ലിംഗ്. എന്താണ്, ഒരു ഗ്രീനിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡാസ്ലിംഗ്, ഒരു തിളക്കമുള്ളതായിരിക്കും. ദ ഡാബ്ലഡ് ബ്രൗൺ ഫൗൺ സ്റ്റുഡ് ക്വൈറ്റ്ലി നിയർ ദ ട്രീ. എന്താണ്, ഒരു ഡാബ്ലഡ് ബ്രൗൺ ഫൗൺ, ഒരു കുത്തുകളൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടിയെ നമ്മളിവിടെ കണ്ടു, ഒരു ട്രീയുടെ അടുത്തായിട്ട് കണ്ടു, നിൽക്കുന്നതായിട്ട് കണ്ടു. ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ലുക്ക്ഡ് ഗോൾഡൻ ഇൻ ദ ഈവനിങ്. അത് ഈ സണ്ണ് മരങ്ങളെ കിസ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ ആയിട്ടാണ് എനിക്ക് ഈവനിങ്ങിൽ തോന്നിയിട്ടുള്ളത്. ദ വാൾ വാസ് പെയിൻറ്റഡ് ദ പർപ്പിൾ ഓഫ് ദ എഗ് പ്ലാന്റ്. അപ്പോൾ വാൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, എഗ് പ്ലാന്റിൻ്റെ ആ ഒരു പർപ്പിൾ വെച്ചുകൊണ്ടാണ്. ദ സ്കൈ
ടേൺ ദ ഓറഞ്ച് ഓഫ് ദ പീച്ച് അറ്റ് സൺസെറ്റ്. സൺസെറ്റിൻ്റെ സമയത്ത് ഈ സ്കൈ എന്തായിട്ട് മാറും? പീച്ചിൻ്റെ ഓറഞ്ച് നിറത്തിലേക്കായിട്ട് മാറും. ദ റിവർ ബെഡ് വാസ് ഫുൾ ഓഫ് സ്റ്റോൺസ്. റിവറിൻ്റെ ബാങ്കാണ്, റിവർ ബെഡ് അല്ലെങ്കിൽ റിവർ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഫുള്ള് സ്റ്റോൺസ് ഉള്ളതാണ്. ഡാർക്ക് ലൈക്ക് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ്. എന്താണ്? ചിലത് ഒരു ബ്ലാക്കിൻ്റെ ഇരുണ്ട നിറം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങളെ ഇതിലെ വാക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇതിലെ 4th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്, 4th സെക്ഷൻ ആണ്. വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഐ ലൈക്ക് റോസ് ദ മോസ്റ്റ്. എനിക്ക് റോസ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ റോസ് എഴുതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വണ്, റൈറ്റ് ദ നെയിം ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കളേഴ്സാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, പേർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, വയലറ്റ്, മെറൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് അവിടെ എഴുതി കൊടുക്കാം. ഇനി ഇതിലെ സി ചോദ്യം, സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫൈൻഡ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഓർ ഓൾഡ് കലണ്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് കുറച്ച് കളേഴ്സ് കണ്ടെത്തുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. എവിടെ നിന്ന്? മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഓൾഡ് കലണ്ടേഴ്സ്, ഇതിൽ നിന്നല്ല. ഡിസൈൻ എ ചാർട്ട് ടു ഷോ കേസ് യുവർ കളർഫുൾ വർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഈ ഓരോ കളേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഒരു ഡിസൈൻ, ഒരു ചാർട്ട് ഉണ്ടാക്കുക. ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ആഡ് എ ക്രിയേറ്റീവ് ടൈറ്റിൽ ടു ദയർ ചാർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. എന്നിട്ട് അതിന് നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. എക്സ്പ്ലെയിൻ വൈ യു പിക്ക് ഈച്ച് ഐറ്റം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ ഈച്ച് ഐറ്റവും പിക്ക് ചെയ്തത് എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി 5th വണ്, കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കൊറിയോഗ്രാഫ് ചെയ്യണം. കൺസിഡർ ദീസ് പോയിന്റ്സ്. താഴെയുള്ള പോയിന്റ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. കീപ്പ് ഇറ്റ് സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കണം. മേക്ക് ഇറ്റ് ഫൺ ആയിരിക്കണം. യൂസ് മാസ്ക്സ് ഫ്രം ഡിഫറെൻറ്റ് കളേഴ്സ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഓരോ കൾച്ചേഴ്സിനും ആവശ്യമായിട്ടുള്ള മാസ്ക് നിങ്ങൾ ഉപയോഗിക്കാം. ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവ്രി വൺ ക്യാൻ ഡു. ഓരോരുത്തരും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സും നിങ്ങൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്, ഇതിലെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ക്രോ ബോയ് എന്ന് പറയുന്നതാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹായ് മക്കളെ, 6ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കാം. റെഡിയല്ലേ? 1ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. എന്താണ്? വെക്കേഷന് വേണ്ടിയിട്ട് സ്കൂൾ ക്ലോസ് ചെയ്തു, സ്കൂൾ അടച്ചു. സോ കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഓൺടിനെറ്റ് ഈസ് ഇൻ നൗ ഇൻ ഫ്രാൻസ്. അപ്പോൾ കുഞ്ഞിച്ചിരുത എവിടെയാണ്? കേരളത്തിലേക്ക്, നാട്ടിലേക്ക് പോന്നു. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഓൺടിനെറ്റ് ഉള്ളത് എവിടെയാണ്? ഫ്രാൻസിലാണ്. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. അപ്പോൾ അവർ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് കണക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഹിയർ ഈസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അപ്പോൾ അവരുടെ ചാറ്റിൻ്റെ കുറച്ച് പീക്കായിട്ട് അഥവാ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ആദ്യം വായിച്ചു നോക്കാം. ഓക്കെ, then ഫസ്റ്റ് കുഞ്ഞിച്ചിരുത പറയാണ്, ഹായ് ഓൺടിനെറ്റ്, ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്. എങ്ങനെയാണ് എല്ലാം പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. സോ ഹായ്, ഇറ്റ് ഈസ് സോ നൈസ് ഹിയർ. ഇവിടെ വളരെ നൈസാണ്. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് എമ്മി ഫുഡ്. ഞാൻ നല്ല എമ്മി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് യു, ഹൗ ഈസ് കേരള. എന്താണ് നിൻ്റെ വിശേഷം? കേരള എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. സോ കുഞ്ഞിച്ചിരുത പറയാണ്, ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്. എന്താണ്? അമ്മയുടെ ദോശയും ഒരുപാട് കോക്കനട്ട് ട്രീസ് ഒക്കെയാണ് ഇവിടെയുള്ളത്. മിസ് യു ത്രൂ. ഞാൻ നിന്നെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓ മിസ് യു ടു. അപ്പോൾ ആൻ്റണിറ്റ് തിരിച്ചു പറയാണ്, ഞാൻ നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മോം ടു സേ യുവർ നെയിം. എന്താണ്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ എൻ്റെ അമ്മ എന്താണ് നിൻ്റെ പേര് പറയാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാണ്.
ദാറ്റ്സ് അമേസിങ്. ഐ ടോൾഡ് അമ്മ ടു സേ യുവർ നെയിം ടു. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് സേ അത് അമേസിങ് ആയിരിക്കുന്നു, ഞാനും എൻ്റെ അമ്മയും നിൻ്റെ പേര് പറയാൻ വേണ്ടി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ വെൻ യു ആർ ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി, നീ എപ്പോഴാണ് ന്യൂജേഴ്സിയിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് നമ്മുടെ ഓൾട്ടർനേറ്റ് ചോദിക്കുകയാണ്. ഈ 2 weeks 2 weeks കഴിഞ്ഞിട്ട്. വാട്ട് അബൌട്ട് യു, എന്താണ് നീ എപ്പോഴാണ് പോകുന്നത്? ഡു യു മിസ് ന്യൂ ജേഴ്സി, എന്താണ് നീ ശരിക്കും ന്യൂ ജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഓൾട്ടർനേറ്റ് പറയാണ് ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു, എന്താണ് നിന്നെ പോലെയുള്ള ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുന്നതൊക്കെ, ഹാങ്ങിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക, അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് മിസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഹൗസ്, എന്താണ് പ്രകാശ് ഷോപ്പ്, പ്രകാശിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks, എന്തായാലും ഞാനും 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഡീൽ കാൺ വെയിറ്റ് സീ യു സൂൺ, എന്താണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ കാണാം, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ. സീ യു സൂൺ എന്ന് നമ്മുടെ ഓൾട്ടർനേറ്റീവും പറയാണ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. യു വിഷ് ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്ക്, എന്താണ് ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ടൊന്ന് ഹാങ് ഔട്ട്, നിങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടി പ്ലാൻ ചെയ്യുക? സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ചാറ്റ്, ഇതേപോലെ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ യു ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്, എന്താണ് ഈ വീക്കെൻഡ് നീ ചെയ്യുന്നത്? അപ്പോൾ ഫ്രണ്ട് പറയാണ് ഐ എം നോട്ട് ഷുവർ യെറ്റ്, ഞാൻ ഇവരൊന്നും തീരുമാനിച്ചിട്ടില്ല. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്, നമുക്ക് ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകണോ, ഹാങ് ഔട്ടിന് പോകണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യു പറയാണ് യെസ് ലെറ്റ്സ് ഡു സംതിങ് ഫൺ, എന്താണ് നമുക്ക് എന്തെങ്കിലും ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഡു യു ഹാവ് എനി ഐഡിയാസ്, നിനക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയാണ് മേ ബി വി കുഡ് ഗോ ടു എ കഫേ ഓർ വാച്ച് എ മൂവി, ഒന്നുകിൽ നമുക്കൊരു കഫേയിൽ പോവാം, അല്ലെങ്കിൽ നമുക്കൊരു മൂവി കാണാൻ വേണ്ടി പോവാം. അപ്പോൾ യു പറയാണ് ദാറ്റ് സൗണ്ട് ഗ്രേറ്റ്, എന്താണ് അത് നല്ല കാര്യമാണ്. ഐ വുഡ് ലവ് ടു ഗോ ടു എ കഫേ ഫസ്റ്റ് ആൻഡ് ദെൻ വാച്ച് എ മൂവി, എന്താണ് നമുക്ക് ആദ്യം ഒരു കഫേയിൽ പോവാം, അതിനുശേഷം നമുക്ക് മൂവി കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഫ്രണ്ട് പറയാണ് പെർഫെക്റ്റ്, അത് നല്ലതാണ്, പെർഫെക്റ്റ് ആണ്. വാട്ട് ടൈം ഷുഡ് വി മീറ്റ്, എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുക? അപ്പോൾ യു ഹൗ എബൌട്ട് സൺഡേ ആഫ്റ്റർ അറൗണ്ട് 3 PM, എന്താണ് സൺഡേ ഒരു 3 മണിക്ക് ശേഷം എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഫ്രണ്ട് പറയാണ് ഷുഡ് വി ചെക്ക് മൂവി ടൈംസ് ഫസ്റ്റ്, എന്താണ് ആദ്യം നമുക്ക് മൂവിയുടെ ടൈം ഒന്ന് ചെക്ക് ചെയ്യണം. യു ഗുഡ് ഐഡിയ ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നോ, എന്താണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് നിന്നെ അറിയിക്കാം. അപ്പോൾ ഫ്രണ്ട് പറയാണ് ഓസം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, എന്താണ് നീ എന്തായാലും ചെക്ക് ചെയ്യുക, നല്ല കാര്യമാണ്, എന്നിട്ട് നീ എന്നെ അറിയിക്കുക എന്നുള്ളത് പറയാണ്. അപ്പോൾ ഈ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ പോകുന്നതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ രീതിയിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചാറ്റ്, ഒരു കോൺവെർസേഷൻ പോലെ തന്നെ എഴുതുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ഓൾട്ടർനേറ്റ്, എന്താണ് ഈ വെക്കേഷൻ ടൈമിൽ കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഓൾട്ടർനേറ്റിൽ നിന്നും ഒരു ഇമെയിൽ കിട്ടുകയാണ്. ഫ്രം എഴുതിയിട്ടുണ്ട് ഓൾട്ടർനേറ്റ് 12@gmail.com, ടു kuñichirutha@gmail.com. ഓക്കെ, ഇനി ഡിയർ കുഞ്ഞിച്ചിരുത എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് വായിക്കാം. ഡിയർ കുഞ്ഞിച്ചിരുത ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ, ഐ എം ബാക്ക് ഇൻ മാർസിലീസ്, എന്താണ് ഞാൻ വിചാരിക്കുന്നു നീ എൻ്റെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്, ഞാനിവിടെ തിരിച്ച് മാർസിലീസിലെത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി ആൻഡ് ഐ വെൻറ്റ് എ പാഡ്ലി ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, എന്താണ് ഇവിടെ വെതർ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പാഡ്ലി ബോർഡിങ്ങിനൊക്കെ പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്, ഒരുപാട് തവണ ഞാൻ വീഴൊക്കെ ചെയ്തു, പക്ഷേ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു, അപ്പോൾ എന്താണ് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് അയക്കുന്നുണ്ട്. ഹൗ ഈസ് കേരള, കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്, അപ്പോൾ എനിക്ക് നിന്നെ ഇനി കാണാൻ വെയിറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നിന്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. സേ ഹായ് ടു യുവർ മോം ഫോർ മീ, എന്താണ് നീ നിൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ഹായും കൂടെ പറയും. ടേക്ക് കെയർ ലവ് ആൻ്റണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻ്റണിറ്റ് കുഞ്ഞിച്ചിരുതക്ക് അയച്ചിട്ടുള്ള ഇമെയിൽ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ് ഷീ ബിഗൻ ടു ടേക്ക് എ റീപ്ലേ, അപ്പോൾ കുഞ്ഞിച്ചിരുത എന്താണ് അവൾക്ക് ഇതിന് റീപ്ലേ കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ ഇമെയിൽ, അപ്പോൾ ഈ ഇമെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇമെയിൽ അയക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രം ആരാണ്? കുഞ്ഞിച്ചിരുതയാണ് അയക്കുന്നത്. kuñichirutha@gmail.com എന്ന് എഴുതി കൊടുക്കാം.
to antonette@gmail.com. Okay, dear Antoinette, I was excited to get your email. എന്താണ് നിന്റെ ഇമെയിൽ കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. എന്താണ് നിന്നിൽ നിന്നും ഇത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലായി. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യു ആർ ഹാവിങ് ആൻ അമേസിംഗ് ടൈം ബാക്ക് ഇൻ മേഴ്സിലി. എന്താണ് മേഴ്സിലേക്ക് നീ പോയിട്ടുള്ള നല്ലൊരു ടൈമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാഡ്ലി ബോർഡ് മസ്റ്റ് ഹാവ് ബീൻ സോ മച്ച് ഫൺ ഈവൻ വിത്ത് ദ ഫോൾസ്. എന്താണ് വീണിട്ടുണ്ടെങ്കിൽ പോലും ഈ പാഡ്ലിംഗ് ബോർഡിംഗ് എന്ന് പറയുന്നത് വളരെ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ കാൻ വെയിറ്റ് ടു സീ ദ ഫോട്ടോസ്. എനിക്ക് നിൻ്റെ ഫോട്ടോസ് കാണാൻ എന്താണ് വെയിറ്റ് ചെയ്യാൻ വയ്യ, കാത്തിരിക്കാൻ വയ്യ, ഞാൻ അപ്പം തന്നെ നോക്കി എന്നാണ് പറയുന്നത്. ദെൻ ഇനി കേരളത്തിനെ കുറിച്ച് പറയുകയാണ്. കേരള ഈസ് ബ്യൂട്ടിഫുൾ റൈറ്റ് നൗ. എന്താണ് ഇപ്പോൾ കേരളം വളരെയധികം ഭംഗിയുള്ള സമയമാണ്. ദ വെദർ ഈസ് വാം ആൻഡ് എവറിത്തിങ് ലുക്സ് ലഷ് ആൻഡ് ഗ്രീൻ. എന്താണ് ഇപ്പോൾ വെദർ വളരെ വാം ആയിട്ട് എല്ലാം ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഐ ഹാവ് ബീൻ സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് വിസിറ്റിംഗ് സം ലവ്ലി പ്ലേസസ്. എന്താണ് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ കുറച്ച് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്തു. ദർ സോ മച്ച് ടു ടെൽ യു. നിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ മിസ് യു ടു ആൻഡ് ഐ വിഷ് യു വേർ ഹിയർ സോ വി കുഡ് എക്സ്പ്ലോർ ടുഗെദർ. എന്താണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ വേണം. ടേക്ക് കെയർ, ലവ് കുഞ്ഞിച്ചിരുത. ഓക്കെ, അപ്പം നീ നന്നായി ടേക്ക് കെയർ ചെയ്യും, ലവ് കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞിട്ട് അത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കുഞ്ഞിച്ചിരുത നമ്മുടെ ഓൻറ്റനിറ്റിക്ക് ഒരു റിപ്ലൈ കൊടുക്കുന്നത്. ഇനിയും കേരളത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത്രയും സ്പേസ് ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇത് സ്റ്റോറിയിൽ നിന്നും എടുത്തിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻറ്റ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. എന്താണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇമിഗ്രൻറ്റ് ഫാമിലീസിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ് പകുതിയോളം ഉള്ളത്. ദർ വർ സ്റ്റുഡൻസ് ഫ്രം കാനഡ. ഇവിടെ നിന്നുള്ള കുട്ടികളാണ് കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന, ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളാണുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമാണ് അവിടെ ഇന്ത്യൻ ആയിട്ട് ഉള്ളത്. ദ ടേം ഇന്ത്യൻ ഡിനോട്ട് സം വൺ ഫ്രം ഇന്ത്യ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ ഇന്ത്യൻ എന്ന് പറയുക. ഓക്കെ, ഇന്ത്യൻ. ഇനി ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഫോർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ഓരോ കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകളെ എന്താണ് പറയുക എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാനഡയിൽ നിന്ന് വരുന്നവളെ നമ്മൾ കനേഡിയൻ എന്ന് പറയും, ചൈനയിൽ നിന്നാണെങ്കിൽ ചൈനീസ് എന്ന് പറയും, ഈജിപ്ത് ആണെങ്കിൽ ഈജിപ്ഷ്യൻ എന്ന് പറയും, ജപ്പാൻ ആണെങ്കിൽ ജപ്പാനീസ് എന്ന് പറയും, മെക്സിക്കോ ആണെങ്കിൽ മെക്സിക്കൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ പറയുന്ന പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ്, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫ്രാൻസിൽ നിന്നുള്ളവരെ നമ്മൾ എന്ത് പറയും? ഫ്രഞ്ച് എന്ന് പറയും. ഓക്കെ, സ്പെയിന് സ്പാനിഷ് ആണ്, അതുപോലെ ജർമ്മനി ജർമ്മൻ ആണ്, UAE എമിറാത്തി ആണ്. ഇനി ക്യാൻ യു ഡു ആഡ് മോർ ടു ദ ലിസ്റ്റ്? കുറച്ചും കൂടി ആഡ് ചെയ്യാനാണ്. ഇപ്പോൾ തുർക്കിനെ നമ്മൾ തുർക്കിഷ് എന്ന് പറയും, ഗ്രീസ് ആണെങ്കിൽ ഗ്രീക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ഫോർത്ത് ആക്ടിവിറ്റി ആണ്. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. എന്താണ്? വേർഡ്സ് കൊണ്ട് നമുക്കൊരു ഒരു കളി കളിക്കാം. കുഞ്ഞിച്ചിരുത ആൻഡ് ഓൻറ്റനിറ്റ് ഡിസൈഡ് ടു പ്ലേ എ ഗെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതയും ഓൻറ്റനിറ്റും കൂടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ദേ പിക്ക് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അപ്പോൾ അവരുടെ പേരിൻ്റെ ഓരോ ലെറ്ററും എടുത്തിട്ടാണ് അവർ ഓരോ വേർഡ്സ് പറയാൻ വേണ്ടി തുടങ്ങുന്നത്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അപ്പോൾ എന്താണ് ആ വേർഡ് എന്ന് പറയുന്നത്? അവരെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ദെൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, കെ എന്ന് പറയുന്നത് കുഞ്ഞിച്ചിരുതയുടെ അല്ലേ. അപ്പോൾ കെ വെച്ചുകൊണ്ട് എന്ത് പറയാം? കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ് അല്ലേ, കൈൻഡ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഇത് ആൻഡ് ഓൻറ്റനിറ്റയുടെ എ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഓൻറ്റനിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്, ആക്റ്റീവ് എന്ന് പറയാം. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അവരെ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യം കുഞ്ഞിച്ചിരുതയുടെയാണ്. കെ കൈൻഡ്, യു അണ്ടർസ്റ്റാൻഡിങ്, N നീറ്റ്, H ഹെൽപ്ഫുൾ, I ഇൻ്റലിജൻറ്റ്, C ക്യൂരിയസ്, H ഹാപ്പി, I ഇമാജിനേറ്റീവ്, R റെസിലിയൻറ്റ്, U യുണീക്ക്, T തോട്ട്ഫുൾ, H ഹംബിൾ, A അഡ്വഞ്ചേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആരെ നോക്കാം? ഓൻറ്റനിറ്റയുടെ നോക്കാം അല്ലേ. A ആക്റ്റീവ്, N നൈസ്, T ടാലൻറ്റഡ്, O ഒപ്റ്റിമിക്, I ഇൻസ്പയറിംഗ്, N നർച്ചറിംഗ്, E എൻകറേജിങ്, T ടെൻഡർ, അടുത്ത T ട്രസ്റ്റ് വർത്തി,
ഈ എംപതറ്റിക്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. ഇതുപോലെ നിങ്ങളുടെ പേരെടുക്കുക, എന്നിട്ട് ഇതേപോലെ ഓരോ ലെറ്റർ വെച്ചിട്ടും ഒരു പോസിറ്റീവ് ഡിസ്ക്രൈബിങ് വേർഡ് നിങ്ങൾ എഴുതി കൊടുക്കുക. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്നിട്ട് അതൊന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ. ഇനി സി ആക്ടിവിറ്റി നോക്കാം. ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിങ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞിച്ചിരുത. മേലെന്താണ് ഇവിടെ കുറച്ച് ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ കൈൻഡ് ആണെങ്കിൽ കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ എന്ന് കൊടുക്കാം. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂളിലും അതുപോലെ വീട്ടിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നീറ്റ് ആണെങ്കിൽ എന്ത് എഴുതി കൊടുക്കാം, കുഞ്ഞിച്ചിരുത കീപ്സ് ഹെർ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ഓർഗനൈസ്. അവളുടെ ചുറ്റും അവൾ നീറ്റായിട്ടും ഓർഗനൈസ് ആയിട്ടും എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ഇനി അടുത്ത എന്ത് എഴുതി കൊടുക്കാം, ഹെൽപ്ഫുൾ. അപ്പോൾ എന്താ, ഷീ ഓൾവേസ് ഹെൽപ്ഡ് ഹെർ ക്ലാസ്മേറ്റ്സ് വെൻ ദേ നീഡ് സപ്പോർട്ട്. എന്താണ്, അവർക്ക് സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോഴും അവളുടെ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇൻ്റലിജൻറ്റ്, ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ന്യൂ കോൺസെപ്റ്റ്. എന്താണ്, പുതിയ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ അവൾ വളരെയധികം ബുദ്ധിമതിയാണ്. ക്യൂരിയസ്, ഷീ ആസ്ക് ക്യൂരിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലവ്സ് എക്സ്പ്ലോറിങ് ന്യൂ ഐഡിയാസ്. അവൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെയധികം ജിജ്ഞാസയുള്ള കുട്ടിയാണ്. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണ്. അടുത്തത് നോക്ക്, ഹാപ്പിയാണ്. ഷീ ഈസ് ഓൾവേസ് ഹാപ്പി വിത്ത് ഹെർ ചിയർഫുൾ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവൾ എപ്പോഴും വളരെ സന്തോഷവതിയും പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡും എപ്പോഴും അവൾക്ക് സന്തോഷം കൊണ്ടുവന്ന് തരും. അടുത്തത് എന്താണ്, ഇമാജിനേറ്റീവ് എന്നാണ്. ഷീ ഈസ് വെരി ഇമാജിനേറ്റീവ് ആൻഡ് ലൈക്സ് ടു റൈറ്റ് സ്റ്റോറീസ്. അവൾ വളരെയധികം സാങ്കല്പികമായിട്ടുള്ള ഒരു ലോകത്താണ്. അതുപോലെ അവൾക്ക് സ്റ്റോറീസ് ഒക്കെ എഴുതാൻ വളരെയധികം ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ, റെസ്പെക്ട്ഫുൾ ആണ്. ഷീ റെസ്പെക്ട് ദ ടീച്ചേഴ്സ് ആൻഡ് ഓൾ അതർ അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള ആളുകളെയും അതുപോലെ ടീച്ചേഴ്സിനെയും ഒക്കെ അവൾ വളരെയധികം ബഹുമാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്നും വെച്ചുകൊണ്ട് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഇതിലെ ഡി ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് അബവ്. അപ്പോൾ നേരെ നമ്മൾ കുറേ ക്വാളിറ്റീസ് കണ്ടു അല്ലേ, അതൊക്കെ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിച്ചിരുതയെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ, ഒരു പാരഗ്രാഫ് പോലെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് എഴുതി നോക്കാം. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. എന്താണ്, കുഞ്ഞിച്ചിരുത വളരെയധികം കൈൻഡ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് പേഷ്യൻ്റ്ലി ലിസണിങ് വെൻ അതേഴ്സ് ആർ അപ്സെറ്റ്. അപ്പോൾ മറ്റുള്ളവർ അപ്സെറ്റ് ആവുന്ന സമയത്ത് അവരെ കേൾക്കാനുള്ള ഒരു ക്ഷമയും അതുപോലെ വളരെ അവരെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഒരു കുട്ടിയാണ്. നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. അവൾ വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടെല്ലാം വെക്കും. ഷീ കീപ്സ് ഹെർ സ്കൂൾ ബാഗ് ടൈഡി ആൻഡ് എവറി ഡേ. അവളുടെ സ്കൂൾ ബാഗൊക്കെ എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ എല്ലാ ദിവസവും കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഹെൽപ്ഫുൾ ബൈ നേച്ചർ. അതുപോലെ നേച്ചറിനെ അവളെ സഹായിക്കാറുണ്ട്. ഷീ അസിസ്റ്റ് ഹെർ ടീച്ചർ ഇൻ ക്ലാസ് വിത്തൗട്ട് ബീങ് ആസ്ക്ഡ്. ടീച്ചർ ആവശ്യപ്പെടാതെ തന്നെ ടീച്ചറിനെ കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാം സഹായിക്കാറുണ്ട്. ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ്. അവൾ വളരെ ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ ക്യൂരിയസുമാണ്. ഷീ ലവ്സ് റീഡിങ് സയൻസ് ബുക്സ് ആൻഡ് ആസ്കിങ് ക്ലെവർ ക്വസ്റ്റ്യൻസ്. അവൾക്ക് സയൻസ് ബുക്കൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ അടുത്ത് വളരെ ക്ലെവർ ആയിട്ടുള്ള ബുദ്ധി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ അവിടെ എന്താണ് തന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കി നിങ്ങൾ ഇവിടെ എഴുതാണ് ചെയ്യേണ്ടത്. അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇവിടെ എന്താണ്, സ്റ്റോറിയിൽ നിന്നും എടുത്തിട്ടുള്ള സെൻറ്റൻസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാ's class. അപ്പോൾ എന്താണ്, ഈ സ്പ്രിംഗ് ബ്രേക്കിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഓൺറ്റനിറ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇമാജിൻ എ ന്യൂ സ്റ്റുഡൻറ്റ് ഫ്രം അനദർ കൺട്രി ഓർ സ്റ്റേറ്റ് ഹാസ് ജസ്റ്റ് ജോയിൻഡ് യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇതേപോലെ ഒരു അനദർ കൺട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി ജോയിൻ ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ ടു ദ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ. അപ്പോൾ എന്തായാലും പുതിയൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തായിരിക്കും, ഒരു പുതിയ പ്ലേസ് ആയിരിക്കും, പുതിയ കൾച്ചർ ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. യു മസ്റ്റ് യൂസ് വിൽ, ഷോൾ, ക്യാൻ. അപ്പോൾ നിങ്ങൾ ക്യാന്, ഷോള്, വിൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഫ്രെയിം സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ
ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, അവളെ ആ സ്കൂളിൻ്റെ ചുറ്റും ഞാൻ കാണിച്ചു കൊടുക്കും. അതുപോലെ പുതിയ ഫ്രണ്ട്സിനെ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെ എഴുതാൻ കുറച്ച് ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് ഹിൻസ് മേ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ന്യൂ സബ്ജക്ട്സ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്റ്റീരിയ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഈ പറയുന്ന വേർഡ്സ് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എഴുതി കൊടുക്കാം. ഐ ക്യാൻ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദ സ്കൂൾ റൂൾസ് സോ ഷീ ഫീൽസ് കംഫർട്ടബിൾ. എന്താണ്, സ്കൂളിൻ്റെ റൂൾസ് ഒക്കെ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അതോടുകൂടി അവൾക്ക് എന്ത് ചെയ്യും, ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നെക്സ്റ്റ് വൺ, ഐ ഷോൾ എക്സ്പ്ലെയിൻ ദ സബ്ജക്ട് വി സ്റ്റഡി ആൻഡ് ഗൈഡ് ഹെർ ത്രൂ ഹെർ ന്യൂ ക്ലാസ്സസ്. മാത്രമല്ല അവൾക്ക് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവൾക്ക് പുതിയ ക്ലാസ്സിൽ ഒരു ഗൈഡ് ചെയ്യാനും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർ ടു അവർ ടീച്ചേഴ്സ് സോ ഷീ നോസ് ഹൂ ടീച്ച് ഈച്ച് സബ്ജക്റ്റ്. മാത്രമല്ല ടീച്ചേഴ്സിനെ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിലൂടെ ഏതൊക്കെ സബ്ജക്റ്റ് ആരൊക്കെയാണ് എടുക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ ടീച്ച് ഹെർ സം ബേസിക് വേർഡ്സ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിക്കേഷൻ. മാത്രമല്ല ലോക്കൽ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ബേസിക് വേർഡ്സ് എന്തൊക്കെയാണെന്ന് അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് അവൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ സഹായിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ പോയിന്റ്സ് ഉപയോഗിച്ചാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് വണ് 6th ആക്ടിവിറ്റി ആണ്. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിലെ സെൻറ്റൻസ് വായിച്ചു നോക്കാം. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് അമേസിങ് സ്പീഡ്. എന്താണ്, അവൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തു അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ദി സെൻറ്റൻസ് ദ പെയർ പിക്ഡ് ആൻഡ് അപ്പ് ടുഗെദർ പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ അക്വേർഡ്. അപ്പോൾ എന്താണ് ഇവിടെ പിക്ഡ് അതുപോലെ അപ്പ് രണ്ട് വേർഡ്സും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് പിക്ഡ് അപ്പ് എന്ന് പറയുന്നത്. അഥവാ ലേൺ അവൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അക്വേർഡ് അവൾ നേടിയെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫ്യൂ സച്ച് പെയേഴ്സ് ഓഫ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വേർഡ്സ് ആണ് ഇവിടെ പെയേഴ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ ദോസ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഈ വേർഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, എന്താണ് ആ വേർഡ്സ് ഈ പെയർ കൊണ്ട് നമ്മുടെ സ്റ്റോറിയിലുള്ള സെൻറ്റൻസ് എന്നവിടെ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ കം അക്രോസ് എന്നുള്ളതാണ്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. എന്താണ്, അവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു അല്ലേ, അതിൽ നിന്നുമാണ് കുഞ്ഞിച്ചിരുത അവിടെ എത്തിയിട്ടുള്ളത്. ഇനി അടുത്ത സ്വിച്ച് ഓവർ എന്നുള്ളതാണ്. അതെന്താണ്, പ്രകാശ് സഡൻലി സ്വിച്ച് ഓവർ ടു മലയാളം. അപ്പോൾ പ്രകാശ് അതുവരെ ഇംഗ്ലീഷ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് എന്തായി, സ്വിച്ച് ഓവർ ടു മലയാളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ ബി എന്താണെന്ന് നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ സം മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. അപ്പോൾ താഴെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഇത്തരത്തിലുള്ള ഏതൊക്കെ എക്സ്പ്രഷൻസ് ആണ് അതിലുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയെടുക്കണം. കുഞ്ഞിച്ചിരുത ഹൈ എവ്രി വൺ ഓൺറ്റനിറ്റ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. എന്താണ്, അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാണ് നമ്മുടെ ഓൺറ്റനിറ്റയുടെ ബർത്ത്ഡേ വരികയാണ്. ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം. അപ്പോൾ ജേക്ക് പറയാണ് വി ക്യാൻ പിക്ക് അപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. എന്താണ്, നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഗിഫ്റ്റ് നമുക്ക് പിക്കപ്പ് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അപ്പോൾ മിയ പറയാണ് ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കഫേയിൽ കൊണ്ടുപോയിട്ട് അവൾക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ കുഞ്ഞിച്ചിരുത ഗ്രേറ്റ് ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. അപ്പോൾ നമ്മൾ പോവേണ്ട ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ബെന്നി പറയാണ് ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. ഞാൻ അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് നോക്കട്ടെ. വാട്ട് അബൌട്ട് എ ബുക്ക്. ഒരു ബുക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. കുഞ്ഞിച്ചിരുത ഗുഡ് ഐഡിയ, അത് നല്ല കാര്യമാണ്. വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ ആൻഡ് ഫൈൻഡ് വൺ ഷീ വിൽ ലൈക്ക്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് സ്റ്റോറിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം മിയ പറയാണ് വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസൻ ഹാവ്. എന്താണ്, അവൾക്ക് ഇല്ലാത്ത ഒരു ബുക്ക് വേണം നമുക്ക് അവിടെ നിന്നും തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ജേക്ക് പറയാണ് ലെറ്റ്സ് ഗെറ്റ് എ കേക്ക് ടു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കേക്കും കൂടെ വാങ്ങണം. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹെർ ഹൗസ്. ഞാൻ അവളെ വീട്ടിൽ എന്ത് ചെയ്യണം, നമുക്ക് വീട്ടിൽ അവളെ ഡ്രോപ്പ് ചെയ്യണം. കുഞ്ഞിച്ചിരുത പെർഫെക്റ്റ് we will ask her to come back to the cafe after school and we'll surprise her. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് അവളുടെ അടുത്ത് കഫേയിൽ വരാൻ വേണ്ടി പറയാം, എന്നിട്ട് നമുക്ക് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ ബെന്നി പറയാണ് ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് കീപ് ദ സീക്രട്ട്. എന്തായാലും നമുക്കിതൊക്കെ ചെയ്യാം, ഇതൊരു സീക്രട്ടായിട്ട് വെക്കുക എന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേർഡ്സ് ആണ്, എക്സ്പ്രഷൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ കമ്മിങ് അപ്പ്, അതുപോലെ പിക്ക് അപ്പ്, ടേക്ക് ഔട്ട്, ഫിക്സ് എ ടൈം,
ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്, ലുക്ക് അപ്പ്, ഡ്രോപ്പ് ഓഫ്, ഗെറ്റ് ഗോയിങ്. ഓക്കെ, ഇത്രയും 9 വേർഡ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിലെ 7th ആക്ടിവിറ്റി, ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക്സ് എവ്രി വൺ ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദെയർ ഹോം കൺട്രി. അപ്പോൾ ടീച്ചർ പറയാണ് എല്ലാവരും അവരുടെ ഹോം കൺട്രിയെ കുറിച്ചിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫാസ്റ്റ്. അപ്പോൾ ബെൻ എന്താണ്, ഇറ്റലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബെന്നാണ് ആദ്യം കാര്യങ്ങൾ പറയുന്നത്. ലെറ്റ്സ് ലിസൺ ടു വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ അവൻ്റെ കൺട്രിയെ കുറിച്ച് എന്തൊക്കെയാണോ പറയുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. നമുക്കിതിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഓൺറ്റനിറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. അപ്പോൾ നെക്സ്റ്റ് ആരാണ്, ഓൺറ്റനിറ്റ് ആണ്. ഓൺറ്റനിറ്റിലെ ഫ്രാൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഫാക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് ഡിസ്ക്രിപ്ഷൻ ആക്കി എഴുതാൻ വേണ്ടി അവളെ നമുക്ക് സഹായിക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൺട്രി ഏതാണ്, ഫ്രാൻസ്. ക്യാപിറ്റൽ പാരീസ് ആണ്. ഫ്ലാഗ് 3 കളറാണ്. ഏതൊക്കെയാണ്, ബ്ലൂ, വൈറ്റ്, റെഡ് ആണ്. മേജർ ലാംഗ്വേജ് അവിടെ ഫ്രഞ്ച് ആണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ക്രോസൻറ്റ്, ബാക്ക്വേഡ്സ് ആൻഡ് മാക്രോൺസ് ആണ്. അതുപോലെ ഫേമസ് പ്ലേസ് എന്ന് പറയുന്നത് എയ്ഫിൽ ടവർ, ദ ലൂ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേറ. അനിമൽസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ബുൾഡോഗും വൈൽഡ് ബോറും ആണ്. ഇനി സെലിബ്രേഷൻസ് അവിടെ ഉള്ളത് ബാസ്റ്റൈൽ ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ, ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, താഴെ ഡിസ്ക്രിപ്ഷൻ ആക്കി എഴുതി കൊടുക്കണം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഓൺറ്റനിറ്റ്, ഐ ആം ഫ്രം ഫ്രാൻസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ കൺട്രി ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് പാരീസ്. അപ്പോൾ എന്താണ്, ഞാൻ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ പാരീസ് ആണ്. അവർ ഫ്ലാഗ് ഈസ് വെരി ബ്യൂട്ടിഫുൾ വിത്ത് 3 കളേഴ്സ്. ഞങ്ങളുടെ ഫ്ലാഗ് വളരെ ഭംഗിയുള്ളതാണ്. 3 കളറാണ്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ അവിടെ അധികം ആളുകളും സ്പീക്ക് ചെയ്യുന്നത് ഏതാണ്, ഫ്രഞ്ച് ആണ്. വി ഹാവ് സം റിയലി ഡിലീഷ്യസ് ഫുഡ് ലൈക്ക് ഫ്ലാഗി ക്രോസൻറ്റ്, ക്രസ്റ്റി ബാക്ക്വേഡ്സ് ആൻഡ് സ്വീറ്റ് മാക്രോൺസ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. യു മൈറ്റ് നോ സം ഓഫ് അവർ ഫേമസ് പ്ലേസസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞങ്ങളുടെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് ലൈക്ക് ദ അമേസിംഗ് ഐഫിൽ ടവർ ആൻഡ് വണ്ടർലാൻഡ് ലൂ മ്യൂസിയം ആൻഡ് ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേറ. You might even see some animals like the French bulldog and the wild boar in France. എന്താണ്, ഇതൊക്കെ അവിടെ കാണുന്ന എനിമൽസ് ആണ്. We also love to celebrate holidays like Bastille Day, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ. ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത്. സൗണ്ട്സ് ഫൺ റൈറ്റ്. അതൊക്കെ ഫണ്ണാണല്ലേ, റൈറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓൺറ്റനിറ്റ് ഫ്രാൻസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോമാണ്, ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.